സോ ഹലോ ഗോയ്സ്, തേജാസ് ഫോൺകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയ്സ് റെബൽ റേസിംഗ് എന്ന് പറഞ്ഞൊരു ഗെയിമിൻ്റെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാനുള്ള കാര്യം എന്ന് പറയുന്ന നേരത്ത് ആദ്യം തന്നെ ഒരു സൈസ് ഞാൻ എടുത്ത് പറയുന്നു. സൈസിൻ്റെ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പറയേണ്ട കാര്യം എന്ന് പറയുന്ന നേരത്ത് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 641 MB ആണ് ഗെയ്സ്. അതുപോലെ ഇത് കളിക്കാനായിട്ട് നിങ്ങൾക്കൊരു ഹൈ എൻഡ് ഡിവൈസ് അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് ഡിവൈസ് വേണം. എന്നാൽ മാത്രമേ നമുക്കൊരു നല്ലൊരു ഇതിനകത്ത് കളിച്ച് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ ഇഷ്ടം പോലെ നല്ല കാഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാഴ്സിൻ്റെയൊക്കെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങളിപ്പോൾ ചോദിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാഫിക്സിൻ്റെ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു വടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗെയിമിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു തെങ്ങ് അല്ലെങ്കിൽ ഒരു മരം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മരം ഇപ്പം ഒരു ഗെയിമിനകത്ത് മരം അവർ ക്രിയേറ്റ് ചെയ്യണം, ഒരു മരം ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ആ മരം വളരെ കൃത്യമായി നമ്മുടെ ഈ എർത്തിലുള്ള റിയൽ ലൈഫിലുള്ള മരത്തിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം കൊടുത്ത് ഒരു മരത്തിനെ ഉണ്ടാക്കിയെടുത്ത് അതാണ് പെർഫെക്റ്റ് ക്വാളിറ്റിയിലുള്ളൊരു ആ ഗെയിമിലെ മരം. അപ്പം ഇതിലുള്ള കാറിലും പെർഫെക്റ്റ് ക്വാളിറ്റിയാണ് കണ്ടോ. അത്ര നല്ല പെർഫെക്റ്റ് ക്വാളിറ്റിയാണ്. നോക്കുക ഇപ്പോൾ ഇവിടെ നമുക്ക് 2 കാറുകൾ ചൂസ് ചെയ്യാം. നിസാനും ചൂസ് ചെയ്യാം, അതുപോലെ ഇതെന്ത് സൂപ്പറാണ് ഇതും ചൂസ് ചെയ്യാം ഗൈസ്. എനിക്ക് കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ നീലയാണ്. അപ്പോൾ നമുക്കിത് മേടിക്കാം ഗൈസ്. അതുപോലെ ഇത് കളിക്കാനായിട്ട് നിങ്ങൾക്കൊരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഹൈ ഡിവൈസ് വേണം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ ഇത് ലോ എൻഡ് ഡിവൈസിലൊന്നും സപ്പോർട്ട് ആവില്ല. നിങ്ങൾ ലോ എൻഡ് ഡിവൈസിൽ വെറുതെ കയറ്റേണ്ട, കാരണം നിങ്ങളുടെ MB വെറുതെ വേസ്റ്റ് ആവത്തേ ഉള്ളൂ. ഞാനിത് കളിക്കുന്ന ഒരു മിഡ് റേഞ്ച് ഡിവൈസിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് മിഡ് റേഞ്ച് ഡിവൈസുകാർക്ക് വേണ്ടിയും ഹൈ എൻഡ് ഡിവൈസുകാർക്ക് വേണ്ടിയാണ്. എന്ന് വെച്ചാൽ ലോ എൻഡ് ഡിവൈസുകാർ കണ്ടൊന്നും ഇല്ല. അപ്പോൾ നിങ്ങളിനി പുതിയ ലോ എൻഡ് ഡിവൈസുകാർ പുതിയ മൊബൈൽ എടുക്കാൻ നേരത്ത് അവർക്കിത് ട്രൈ ചെയ്യുന്നതാണ്. അതുപോലെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ലോ എൻഡ് ഡിവൈസുകാർക്ക് വേണ്ടി ഉറപ്പായിട്ടും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ ആദ്യം ചെയ്തത് ഒരു ഓഫ് റോഡ് ഗെയിം ചെയ്തു, അടുത്ത പ്രാവശ്യം ഇതൊരു റേസിംഗ് ഗെയിം ചെയ്തു, അടുത്ത പ്രാവശ്യം നമുക്കൊരു ഷൂട്ടിംഗ് ഗെയിം തന്നെ പിടിക്കാം ഗൈസ്. ഓക്കെ, ഷൂട്ടിംഗ് ഗെയിം വേണോ അഡ്വഞ്ചർ ഗെയിം വേണോ എന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് ഒന്നെങ്കിൽ അഡ്വഞ്ചർ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഗെയിം പിടിക്കാം. അപ്പം ഇവിടെ ആയിട്ട് ഓക്കെ ഇൻട്രോ ഇടുന്നുണ്ട് ഗൈസ്. ഫ്രണ്ടിലുള്ള ഒരുത്തനുണ്ട്. ഈ സെക്കൻഡേ കിട്ടിയോളൂ, കാരണം സെക്കൻഡേ കിട്ടിയോള്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കിവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കാം. ഓക്കെ, വീഡിയോ അത് ഞാൻ ലെങ്തി ആക്കാൻ നിൽക്കുന്നില്ല ഗൈസ്. അപ്പം നമുക്ക് നമ്മുടെ ഈ കാറൊക്കെ നൽകിക്ക് തന്നെ കസ്റ്റമൈസ് ഒക്കെ ചെയ്യാം കേട്ടോ ഗൈസ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഗെയിമിനെ നിസ്സാര ഗെയിമായിട്ട് കാണേണ്ടത്, നല്ലൊരു ഗെയിം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് റേസിംഗ് ഗെയിംസ് ഒക്കെ ഇഷ്ടമാണല്ലേ? ഉറപ്പായിട്ടും ഞാൻ റേസിംഗ് ഗെയിംസ് ഇനിയും വീണ്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് ഗൈസ്. ഓക്കെ, ഇപ്രാവശ്യം റേസിംഗ് ഗെയിം ചെയ്തു. അടുത്ത നമുക്കൊരു ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു ഗെയിം ചെയ്യാം ഗൈസ്. പക്ഷേ അടുത്ത ഗെയിം എന്ന് പറയുന്നത് ലോ എൻഡും ഹൈ എൻഡിനും വേണ്ടിയുള്ള ആണ് ഗൈസ്. ഹൈ എൻഡിന് പിന്നെ എൻ്റെ വീഡിയോ ഏത് ഗെയിം വേണമെങ്കിലും എൻ്റെ വീഡിയോയ്ക്കകത്തുള്ള ഏത് വേണമെങ്കിലും കളിച്ചു നോക്കാൻ സാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ എൻഡി എല്ലാം സപ്പോർട്ട് ആവുമല്ലോ ഗൈസ്. ലോ എൻഡി ഉള്ളതും ഹൈ എൻഡി ഉള്ളതും എല്ലാം ഹൈ എൻഡിൽ സപ്പോർട്ടാകും. പക്ഷേ ലോ എൻഡ് അങ്ങനെ വേറെ പ്രശ്നം എന്ന് പറയുന്ന നേരത്ത് ലോ എൻഡിൽ ഹൈ എൻഡി കളിക്കുന്ന ഗെയിംസ് ഒന്നും സപ്പോർട്ടാവില്ല. ഒക്കെയാണ് പ്രശ്നം. ബീറ്റ് ഗോഫ് എന്നൊക്കെ പറയുന്നത് കിഡിലൻ ക്വാളിറ്റിയാണ് ഗൈസ്. കണ്ടോ, ഇത്രത്തോളം ഗ്രാഫിക്സ് നമുക്കിവിടെ വരുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ലോ എൻഡ് ഡിവൈസിൽ കയറ്റായിരിക്കും. ഓക്കെ, ലോ എൻഡ് ഡിവൈസിന് വേണ്ടി ഞാൻ ഒരു റേസിംഗ് ഗെയിം പറഞ്ഞു തരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. ലോ എൻഡ് ഡിവൈസിന് വേണ്ടി ഞാൻ ഒരു കിഡിലൻ റേസിംഗ് ഗെയിം പറഞ്ഞു തരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, ഇവിടെ ഒരു ബോസിനെ ബീറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ബീറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ബീറ്റ് ചെയ്യാം. റേസ് പണ്ട് ഗൈസ് ഞാൻ ഈ റേസിംഗ് ഗെയിംസ് പറയാൻ നേരത്ത് പണ്ട് ചില റേസിംഗ് ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. റേസ് മാക്സ് പ്രോ അതൊക്കെ ഞാൻ 2GB റാമിൽ കളിക്കുമായിരുന്നു. ഇപ്പം റേസ് മാക്സ് പ്രോ ഒക്കെ 2GB റാമിൽ സപ്പോർട്ട് ആകുമെന്തോ എനിക്കറിയത്തില്ല. ആ ഒരു ബോസിനെ തോപ്പിക്കണം. ഓക്കെ ഗൈസ്, നമ്മൾ ആ ബോസിനെ തോപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടാണ് ഗൈസ്. ഓക്കെ, ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി.
ചാനൽ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഗൈസ്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് ഗൈസ്. നിങ്ങൾ ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ വീഡിയോസ് വേണോ? ഞാൻ പണ്ടൊക്കെ ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ വീഡിയോസ് ഇടുമായിരുന്നു. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ വീഡിയോസ് ഞാൻ ഇടാം ഗൈസ്. ഓക്കെ, ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ വീഡിയോസ് എന്ന് പറയാൻ നേരത്ത് നിങ്ങൾക്കൊക്കെ വിചാരിക്കും ലോ ആൻഡ് ഡിവൈസിലൊന്നും ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കാൻ പറ്റത്തില്ല. ലോ ആൻഡിനകത്തൊക്കെ നമുക്ക് ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കാൻ പറ്റും, പക്ഷെ പക്കാ ലോ ആൻഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 GB RAM പോലെ ആണെന്നുണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ കളിക്കാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, 2 GB റാമിനൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും. എൻ്റെ ഒരു 2 GB റാമിൻ്റെ മൊബൈലാണ്. അപ്പോൾ അതിൽ നല്ല സ്മൂത്തായിട്ട് തന്നെ എനിക്ക് ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കാൻ പറ്റുന്നുണ്ട്. പണ്ടൊക്കെ ഇതിന് 60 MB ഒക്കെ ഉള്ളായിരുന്നുള്ളൂ കേസ് ഈ ക്ലാഷ് ഓഫ് ക്ലാൻസിനൊക്കെ. ഞാൻ ഓക്കെ ഇപ്പം 300 എത്ര കാണ്ട് MB സൈസ് ഉണ്ട് കേട്ടോ കേസ്. അതുകൊണ്ട് തന്നെ ഇത്തിരി ഇതാണ് കേസ്. അവനെ ടോണി എന്ന് പറഞ്ഞൊരുത്തന്നെ വെട്ടിക്കണം. ടോണിക്കും എനിക്ക് ഒരേ വണ്ടിയാണ്. എൻ്റെ മോനെ കിടിലം വണ്ടി. എൻ്റെ മോനെ ഞാൻ ഈ നിട്രോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കാരണം പറക്കുവാണ് വണ്ടി. ദൈവമേ, മാസ് ഇട്ടേക്കാം ഗൈസ്. ഓക്കെ, മാസ് ഡ്രിഫ്റ്റ് ഗൈസ്, അത് നമ്മൾ ജയിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ക്ലാഷ് ഓഫ് ക്ലാൻസ് ഞാൻ പറഞ്ഞല്ലോ 2 GB റാമിൽ നിങ്ങൾക്ക് കളിക്കാം, പക്ഷേ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള പ്രൊസസ്സർ വേണം. എൻ്റെ പ്രൊസസ്സർ എന്ന് പറയുന്നത് ഒക്ടാക്കോറാണ്. എൻ്റെ മൊബൈൽ എന്ന് പറയുന്നത് ഐറ്റൽ A47 6000 രൂപയുടെ 2 GB റാം മൊബൈലാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 4 GB റാമാണ്. റിയൽമിയുടെ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രൊസസ്സറുള്ള ഒരു മൊബൈലാണ്. റിയൽമി ഏതാണെന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ ഗൈസ്, നമുക്ക് ഒരു റേസിന് കൂടെ പോവാം ഗൈസ്. ഏത് റേസ് വേണം? ഡെയിലി ടെസ്റ്റ് ഡ്രൈവ് വേണ്ട. ലാഡർ ഒന്ന് കളിച്ചു നോക്കട്ടെ. ലാഡർ. ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ ഞാൻ എന്തായാലും ലോണിന് വേണ്ടിയായിരിക്കും. ലോണിൻ്റെ ഡിവൈസ് എന്തായാലും കളിക്കാൻ പറ്റുന്നൊരു ഗെയിം തന്നെ ആയിരിക്കും ഞാൻ അടുത്ത പ്രാവശ്യം കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ ഓക്കെ, വണ്ടി പോകും. 2 അവന്മാർ 3 അവന്മാർ ഗൈസ്. 3 അവന്മാരെ വെട്ടിക്കാനാ. സോറി, 4 അവന്മാർ. പിന്നെ 4 അവന്മാരെ വെട്ടിക്കാനാ. എൻ്റെ ഈ വണ്ടി അപ്ഗ്രേഡ് ചെയ്യണം ഗൈസ്. ഇവിടെ ഒന്നും നടക്കത്തില്ല. നമ്മൾ ഈ ഡ്രിഫ്റ്റ് ചെയ്യാൻ നേരത്താണ് പ്രശ്നം. പതിയെ വളച്ചു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ സ്പീഡൊന്നും കുറയത്തില്ല ഗൈസ്. ഓക്കെ, കണ്ട പതിയെ ഏമാര്. പക്ഷേ അവൻ ചോദിച്ചു നമുക്ക് സെക്കൻഡേ കിട്ടത്തോളൂ. ഡ്രിഫ്റ്റ്. യു ലോസ്റ്റ് ഗൈസ്, ഐ ലോസ്റ്റ്. വീഡിയോ ലെങ്ത് ആയി നോക്കട്ടെ ഗേസ്. 7 മിനിറ്റ് ആയുള്ളൂ. ഒരു റേസ് കൊണ്ട് കളിക്കുന്നോ ഗേസ്? നമുക്ക് ഒരു റേസ് കൊണ്ട് കളിക്കാം. ഈസി വേണ്ടി കളിക്കാം. ഓക്കെ, അപ്പം അടുത്ത പ്രാവശ്യം ഞാൻ ആലോചിക്കുകയാണ് ഗേസ്. ഷൂട്ടിംഗ് ഗെയിമിൻ്റെ കാറ്റഗറി ഇടണോ, അഡ്വഞ്ചർ ഗെയിംസിൻ്റെ കാറ്റഗറി ഇടണോ, സർവൈവൽ ഗെയിംസിൻ്റെ കാറ്റഗറി ഇടണോ? സർവൈവൽ ഗെയിംസിൻ്റെ കാറ്റഗറി ഇട്ടാൽ ഉണ്ടല്ലോ, നമുക്കത് കളിച്ച് പാർട്ട് വൈസ് എനിക്ക് ഇട്ടാൻ താല്പര്യമുണ്ട്. പക്ഷേ നമ്മുടെ ലോ ആൻഡ് ഡിവൈസിൽ കളിക്കാൻ പറ്റിയ നല്ല സർവൈവൽ ഗെയിംസ് ഉണ്ടെങ്കിലും കൃത്യമായൊരു സർവൈവൽ ഗെയിം ഇല്ല. എന്ന് വെച്ചാൽ ചില ലോ ആൻഡ് ഡിവൈസ് എന്ന് വെച്ചാൽ 2 GB റാമിൽ തന്നെ ചില ലോ ആൻഡ് ഡിവൈസിലോ ചില ഗെയിമുകളൊന്നും നമുക്ക് കളിക്കാൻ പറ്റില്ല സർവൈവൽ ഗെയിംസിൽ. സർവൈവൽ ഗെയിംസ് എന്ന് പറയുന്ന നേരത്ത് സോംബി സർവൈവൽ ഗെയിംസ് അല്ല, സാധാരണ നമ്മളൊരു ഐലൻഡിൽ പെട്ട് പോയിട്ട് അവിടെ സർവൈവ് ചെയ്യുന്നതിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഗെയിംസ്. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്ന നേരത്തിൽ ലോ ആൻഡ് ഡിവൈസ് എൻ്റെ മൊബൈലിൽ തന്നെ സർവൈവൽ ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഗെയിം ഞാൻ കളിക്കുമായിരുന്നു. അത് കുഴപ്പമില്ല, ഞാൻ കളിച്ചു. അതുപോലെ തന്നെ വേറൊരു ഗെയിമും കൂടെ ഉണ്ട് ഗെയിംസ്. അത് സസ്പെൻസ് വേണമെങ്കിൽ തരാം. അടുത്ത വീഡിയോ ഞാൻ വേണമെങ്കിൽ അതായിട്ട് ചെയ്യാം. ഓക്കെ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പക്ക ഏത് ലോ ആൻഡ് ഡിവൈസിൽ പോലും നിങ്ങൾക്ക് കളിക്കാൻ പറ്റാത്ത ഒരു ഗെയിമാണ് ഗെയിംസ്. ഓക്കെ, കസ്റ്റമൈസേഷനൊക്കെ ജസ്റ്റ് നോക്കാം ഗെയിംസ് എങ്ങനെയുണ്ട് കൊള്ളാം. കിടിലം ഗെയിംസ്, കിടിലം വണ്ടിയാണ്. നമ്മൾ ഓഫ് റോഡ് ഗെയിം ചെയ്തു. അടുത്തത് ഞാൻ ആലോചിക്കണം ഗെയിംസ്. ഞാൻ ഇതെല്ലാം ഇങ്ങനെയൊക്കെ ഞാൻ ഈ റേസൊക്കെ ചെയ്തെങ്കിലും ഞാൻ ആലോചിക്കുന്നത് ഈ സംസാരിച്ചോണ്ടെങ്കിൽ തന്നെ ഞാൻ ആലോചിക്കുന്നത് അടുത്ത വീഡിയോ എന്ത് ചെയ്യണം. ഓക്കെ, ഷോപ്പിൽ പോവാ. കാർഡ്സ് ഉണ്ട് ഗൈസ്. കാർഡ്സ് തന്നെ GTS ഏത് എന്താ കണ്ടൊക്കെ ഉണ്ട് ഗൈസ്. ഇത് ട്രീഡ് ഇതൊക്കെ ആയിട്ട് ഓഫ് റോഡ്. ഓക്കെ ഗൈസ്, നമുക്ക് ഓഫ് റോഡൊക്കെ കളിക്കാൻ പറ്റുമോ? കിടിലായിട്ട് ഓഫ് റോഡൊക്കെ കളിക്കാൻ പറ്റും. ഇത് കിടിലായിരിക്കും ഓഫ് റോഡ് കളിക്കാനായിട്ട്. പറക്കുന്ന വണ്ടിയാണ്. സാധാ ചെറിയ വണ്ടികൾ ഗൈസ്. ഓക്കെ ഗൈസ്, സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.
അതുപോലെ തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്ലെയർ ആയിട്ട് കളിക്കാവുന്ന ഒരു ഗെയിമാണ് ഗൈസ്. ഓൺലൈൻ കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടൊരു ഗെയിമാണ്. സോ ഗൈസ് ടാറ്റാ.